ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ സംസ്ഥാന കലോത്സവത്തിന്റെ സ്വാഗതഗാന പരിശീലനം കലാമണ്ഡലത്തിൽ സന്ദർശിക്കവെയാണ് മന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന് നൃത്തരൂപം ഒരുക്കുന്ന കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പരിശീലനം വിലയിരുത്താൻ എത്തിയതായിരുന്നു മന്ത്രി. ചെറുതുരുത്തിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. വീണ്ടും ഒരു അനുഭവത്തിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത, ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുകയോ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയത്തിന് സന്ധി ചെയ്യാൻ പറ്റുകയും ചെയ്യാത്ത വിധത്തിലുള്ള ഒരു അനുഭവമാണ്. ഒരു കേസല്ല, 3 കേസുകൾ തുടർച്ചയായി, സമാന സാധ്യതകളുള്ള, സമാന അനുഭവങ്ങളുള്ള 3 കേസുകൾ. ഒരു മര്യാദയുമല്ല ഇനി ഈ സ്ഥാനത്ത് തുടരുക. കേവലം കോടതിയുടെ പിൻബലത്തോടു കൂടി അറസ്റ്റ് ഒഴിവാക്കി തുടരുമ്പോഴാണ് 3ാമത്തെ ഒരു കേസും അക്കാര്യത്തിൽ വന്നത്. ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അപമാനം ഉണ്ടാക്കുന്ന കാര്യമല്ല. ജനാധിപത്യ കേരളത്തിൽ, നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അപമാനം ഇല്ലാതെ നോക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും നൈതികതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിൽ എടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം. MLA സ്ഥാനം രാജിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗവും മുമ്പിലില്ല. MLA സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിയുടെ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തെ പിന്തുണച്ച, അദ്ദേഹത്തിന് ചിഹ്നം കൊടുത്ത പാർട്ടി പറയുന്നതും യാതൊരു മര്യാദയല്ല. കാരണം ആ ചിഹ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് സംഭവിച്ചത്. അതുകൊണ്ട് കർശനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ച് രാജിവെച്ചുകൊണ്ട് കേരളത്തിന് മാതൃകയാകണം. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഈ അനുഭവത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വ ചരിത്രത്തോട് പറയേണ്ടി വരുമെന്ന് ഓർക്കുകയും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികമായ അവകാശമില്ലെന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ചിട്ടപ്പെടുത്തുന്ന കലോത്സവ സ്വാഗതഗാനത്തിന്റെ ഒരുക്കങ്ങളിൽ മന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് CC.